വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പരീക്ഷാ ക്രമക്കേടിൽ PSCക്ക് വിവരാവകാശ കമ്മീഷന്റെ അന്ത്യശാസനം. പരീക്ഷാ രേഖകൾ ഉടൻ ഉദ്യോഗാർത്ഥിക്ക് നൽകണമെന്ന നിർദ്ദേശം. രേഖകൾ കൈമാറാൻ വൈകിയതിൽ വിശദീകരണം നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷയുടെ വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നൽകാത്ത സാഹചര്യത്തിലാണ് അന്ത്യശാസനം. രേഖകൾ കൈമാറാത്തത് നിരുത്തരവാദപരമെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. വിവരാവകാശ നിയമപ്രകാരം നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും PSCക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷൻ PSCക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിൽ ലഭിച്ചിരിക്കുകയാണ്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, പലതും മൂടിവെക്കാനുള്ളത് കൊണ്ട് തന്നെ ആകണം ഇതൊന്നും പുറത്തു നൽകാത്തത്, വിവരാവകാശ നിയമപ്രകാരം പോലും നൽകാത്തത്. ഇതാ ഉത്തരവിട്ട് ഇത്രയും സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയധികം ദിവസമായിരിക്കുന്നു, 1 മാസം കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ രേഖ പുറത്തു വന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട തെളിവുമായി മാറുമല്ലേ റോഷിപാൽ? അങ്ങനെയാണ് വിവാദമായ ആസൂത്രണ ബോർഡിലെ ചീഫ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥി പലതവണ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടും ഉത്തരക്കടലാസിന്റെ പകർപ്പ് നൽകിയിരുന്നില്ല. അങ്ങനെയാണ് വിവരാവകാശ കമ്മീഷണറേറ്റിന്റെ ഉത്തരവ് പ്രകാരം എത്രയും പെട്ടെന്ന് ഏതാണ്ട് 7 ദിവസമാണ് സമയം അനുവദിച്ചത്. ഉത്തരക്കടലാസ് ഉൾപ്പെടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉദ്യോഗാർത്ഥിക്ക് കൈമാറണമെന്ന നിർദ്ദേശമായിരുന്നു ആ ഉത്തരവിലുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഈ രേഖകൾ കൈമാറി 7 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് അത് വിവരാവകാശ കമ്മീഷണറേറ്റിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി PSCക്ക് നൽകിയിരുന്നു. പക്ഷേ വിവരാവകാശ കമ്മീഷണറേറ്റിന്റെ ഉത്തരവ് പാലിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു മറുപടിയും വിവരാവകാശ കമ്മീഷണർക്ക് PSC നൽകിയിട്ടുമില്ല. അത് ബോധപൂർവമാണ്. മനഃപൂർവ്വം വിവരാവകാശ നിയമം ലംഘിച്ച സാഹചര്യത്തിൽ കടുത്ത നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് കൂടി PSCക്ക് നൽകിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെതിരെ അച്ചടക്ക നടപടി ഉൾപ്പെടെ എടുക്കാനുള്ള അധികാരം വിവരാവകാശ കമ്മീഷണറേറ്റിന് ഉണ്ടെന്ന് കൂടി ഓർപ്പിക്കുന്നുണ്ട് കത്തിൽ. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് രേഖകൾ കൈമാറി ആ വിവരം അറിയിക്കണമെന്നാണ്. 10-ാം തീയതിക്കകം ഈ ആവശ്യപ്പെട്ട എല്ലാ പരീക്ഷാ രേഖകളുടെയും പകർപ്പ് ഉദ്യോഗാർത്ഥി കൈമാറിയതിനു ശേഷം അത് സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ കമ്മീഷണറേറ്റിൽ രേഖാമൂലം തന്നെ അറിയിക്കണം എന്നുകൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. കാരണം ആസൂത്രണ ബോർഡിലെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ ഉയർന്നു. ആ പരീക്ഷ സംബന്ധിച്ച് ആഭ്യന്തര വിജിലൻസ് ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നു, മറുഭാഗത്ത് SIT സംഘവും അന്വേഷിക്കുന്നുണ്ട്. SIT ഈ പരീക്ഷാ വിവാദത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും വിവരാവകാശ കമ്മീഷണറേറ്റ് നൽകിയ ഉത്തരവിൽ വിവരാവകാശ കമ്മീഷണറേറ്റിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു രേഖയും കൈമാറാൻ കഴിയില്ല എന്ന മറുപടിയാണ് നൽകിയത്. ആ ഉത്തരവിനെതിരെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കും എന്ന വാദമാണ് അവർ ഉയർത്തുന്നത്. PSC അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിവരാവകാശ കമ്മീഷണറേറ്റ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി PSCയുടെ നിലപാട് എന്താണെന്നത് ഏറ്റവും പ്രധാനമാണ്. ഇനിയും സമാനമായ നിലപാടെടുത്താൽ സ്വാഭാവികമായും ഇൻഫർമേഷൻ പബ്ലിക് ഓഫീസറായ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെ അണ്ടർ സെക്രട്ടറിക്കെതിരെ കടുത്ത നടപടിയിലേക്ക് വിവരാവകാശ കമ്മീഷണറേറ്റ് പോകുമെന്ന് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിനീത. ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇത് പുറത്തു വന്നാൽ, ഈ വിവരങ്ങളും രേഖകളും ഒക്കെ പുറത്തു വന്നാൽ അത് PSCക്ക് തന്നെ കുരുക്കാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് നൽകിയില്ലെങ്കിൽ ഒരു നിയമപരമായ നടപടി കൂടി എടുക്കേണ്ടി വരും എന്നതാണ് PSCക്ക് വിവരാവകാശ കമ്മീഷന്റെ മുന്നറിയിപ്പ്. ഒരു കത്തിന്റെ രൂപത്തിൽ തന്നെ നൽകിയിരിക്കുന്നത്. ആ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ റോഷിപാൽ പുറത്തുവിട്ടത്.